വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നതിനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാമെന്നാണ് സൃഷ്ടാവായ ദൈവം നമ്മോട് കൽപ്പിക്കുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവീൻ. അധ്വാനിച്ച് വലഞ്ഞവരായ മനുഷ്യർ, അന്ന് കർത്താവ് അക്ഷരികമായി ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന, കർത്താവ് ഭൂമിയിൽ പ്രവർത്തിച്ച കാലത്ത് അന്നത്തെ ജനസമൂഹത്തോട്, വലഞ്ഞവരായ ജനങ്ങളോട് ആശ്വാസമില്ലാതെ ഒരിറ്റ ആശ്വാസത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ് തിരിഞ്ഞ് നടന്നവരായ മനുഷ്യരോട് കർത്താവ് കൽപ്പിക്കുകയാണ്, കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവീൻ. അധ്വാനിച്ച് വലയുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവീനെന്ന്. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ ഇന്ന് അധ്വാനിച്ച് വലയുന്നവരാണോ? ഇന്ന് നിങ്ങൾ വിവിധങ്ങളായ കാര്യങ്ങളിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നിരാശപ്പെട്ട് ദുഃഖിച്ച് വലയുന്നവരാണോ? കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിനെന്ന്. 11:29 നമുക്ക് വായിച്ചു കേൾക്കാം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. കർത്താവ് നമ്മോട് പറയുകയാണ്, നമുക്ക് ആശ്വാസം തരാമെന്ന്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുമെന്ന്. ആത്മാവിന് ആശ്വാസം ലഭിക്കണമോ? ശരീരത്തിന് ആശ്വാസം ലഭിക്കണമോ? ആശ്വാസദായകനായ യേശുവിൻ്റെ അരികിൽ വന്നേ കഴിയൂ. കർത്താവ് വീണ്ടും പറയുകയാണ്, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നുവെന്ന്. പ്രിയപ്പെട്ട ദൈവജനമേ, വലഞ്ഞ് ജീവിക്കുന്നതായ അനേകർ, നാം ഇന്ന് സമൂഹത്തിലേക്ക് നോക്കിയാൽ ഭാരപ്പെട്ട് ഞെരങ്ങുന്നതായ ആളുകൾ, എവിടെ നോക്കിയാലും ഒരു സമാധാനമുള്ള സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയുമോ? വളരെ തുലവും ചുരുക്കമാണ്. പുറമേ ചിരിയുണ്ട്, പുറമേ ആഘോഷങ്ങളുണ്ട്, പുറമേ സന്തോഷ പ്രകടനങ്ങളുണ്ട്. എന്നാൽ വാസ്തവമായും ഹൃദയത്തിൻ്റെ ഉള്ളിൽ സമാധാനം അനുഭവിക്കുന്നവർ, ആശ്വാസം അനുഭവിക്കുന്നവർ ആരുണ്ട്? സാക്ഷാലുള്ള ആശ്വാസം ലഭിക്കണമെങ്കിൽ യേശു തരുന്ന ആശ്വാസം പ്രാപിച്ചേ പറ്റൂ. ഈ ഭൂമിയിൽ ആർക്കും എടുത്തു കളയാൻ കഴിയാത്തതായ ആശ്വാസം. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുതെന്ന്. സമാധാനം നൽകുന്ന ദൈവം, ആശ്വാസം നൽകുന്ന ദൈവം. അന്ന് കർത്താവ് അക്ഷരികമായി ഈ ഭൂമിയിലായിരുന്ന കാലത്ത് ആശ്വാസമില്ലാതെ വലഞ്ഞു നടന്നവരായ മനുഷ്യർ, ആശ്വാസത്തിനായി അവർ കൽപ്പനകൾ ആചരിക്കുന്നു, പള്ളിയിൽ പോകുന്നു, സിനഗോഗുകളിൽ പോകുന്നു, ചട്ടങ്ങളും കൽപ്പനകളും എല്ലാം പ്രമാണിക്കാൻ അവർ ശ്രമിക്കുന്നു. എന്നാൽ മോശയിക ന്യായപ്രമാണങ്ങളും ചട്ടങ്ങളും എല്ലാം ആചരിക്കുക എന്നുള്ളത് സാധാരണ മനുഷ്യർക്ക് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ആ കൂട്ടത്തിൽ പരീശന്മാരായ, ശാസ്ത്രിമാരായ, അന്നത്തെ ജനസമൂഹത്തിൽ ഉയർന്നവരായ, അവരുയർന്നവരെന്ന് ചിന്തിക്കുന്നവരായ അവർ അനേകം ചട്ടങ്ങളും പ്രമാണങ്ങളും നൂറുകണക്കിന് കൽപ്പനകളെല്ലാം എഴുതി അവരുടേതായ ആ രീതിയിലെല്ലാം മനുഷ്യരെ വലയ്ക്കുവാനായി അവർ ഭാരം ചുമന്നുകൊണ്ട് വിഷമിച്ച് നടക്കുന്നതായ ആ കാലഘട്ടത്തിലാണ് കർത്താവ് പറഞ്ഞത്. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 46-ാം വാക്യത്തിൽ കർത്താവ് ന്യായശാസ്ത്രിമാരോടും
അവിടുത്തെ പ്രമാണിമായ ആളുകളോടും പറയുകയാണ്, നിങ്ങൾക്ക് കഷ്ടമെന്ന് നമുക്ക് വായിച്ച് കേൾക്കാം. അതിന് അവൻ പറഞ്ഞത്, ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്കും അയ്യോ കഷ്ടം. അതിന് യേശു പറഞ്ഞത്, ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്കും അയ്യോ കഷ്ടം. എടുപ്പാൻ പ്രയാസമുള്ള ചുമടുകളെ നിങ്ങൾ മനുഷ്യരെ കൊണ്ട് ചുമപ്പിക്കുന്നു. എടുപ്പാൻ പ്രയാസമുള്ള ചുമടുകളെ നിങ്ങൾ മനുഷ്യരെ കൊണ്ടെടുപ്പിക്കുന്നു. ഈ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുക എന്നുള്ളത്, ശബദാചരിക്കുക, ചട്ടങ്ങൾ പ്രമാണിക്കുക, എല്ലാം 100 ന്യായപ്രമാണത്തിൻ്റെ വിവിധ വശങ്ങളെല്ലാം എഴുതി പിടിപ്പിച്ച ആളുകളെ വലച്ച് ഏത് വിധേനയും ആളുകളെ സഹായിക്കുക എന്നുള്ളത് എങ്ങനെ അവരെ ആ ചട്ടക്കൂട്ടിലാക്കി നിർത്താൻ വേണ്ടി അധ്വാനിച്ച് ആ അധ്വാനിപ്പിക്കുന്ന ജനത്തെ കണ്ടിട്ട് മനസ്സലിഞ്ഞുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവൻ എന്നാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്നും കർത്താവ് അത് തന്നെയാണ് പറയുന്നത്. അധ്വാനിക്കുന്ന ആ മനുഷ്യ ജീവിതങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരൂ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാമെന്ന്. സങ്കീർത്തനക്കാരനായ ദാവീദ് 55-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാം വാക്യത്തിൽ പറഞ്ഞു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്, നിന്റെ ഭാരം ചുമന്ന് വിഷമിക്കുന്ന മനുഷ്യർ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ദാവീദ് ഭാരം ചുമന്ന് വലഞ്ഞവനായിരുന്നു. ദാവീദ് ഏങ്ങലടിച്ച് കഴിഞ്ഞവനായിരുന്നു. ജീവിതത്തിൽ പാപം വന്നപ്പോൾ ദാവീദ് വിങ്ങി വിങ്ങിപ്പൊട്ടി കരഞ്ഞവനായിരുന്നു. ഉള്ളിൽ ഒരിക്കൽ പറയുകയാണ്, ഞാൻ എൻ്റെ അകൃത്യം ദൈവത്തോട് അറിയിക്കുന്നിടം വരെ, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് അറിയിക്കുന്നിടം വരെ ഞാൻ എൻ്റെ ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അസ്ഥികൾ ദ്രവിച്ചു പോകും വണ്ണം എന്നെ ആ പാപങ്ങൾ വേട്ടയാടിക്കൊണ്ടിരുന്നു. പാപം വരുമ്പോൾ അത്താണിയായി നമുക്ക് യേശു മാത്രം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, എബ്രായ ലേഖനകർത്താവ് 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് വിടാൻ പറഞ്ഞിരിക്കുന്നത്? സകല ഭാരവും വിടാനാണ് പറഞ്ഞിരിക്കുന്നത്. സകല പാപവും വിടാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം വിട്ടുകളയാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ച് നമുക്ക് സ്വയമായി പാപവും ഭാരവും വിടുവാൻ സാധ്യമല്ല. എങ്ങനെ വിടാൻ കഴിയും? ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുത കൃപ നമ്മിൽ വന്ന് വ്യാപരിച്ചെങ്കിലല്ലാതെ നമുക്ക് പാപത്തിന്മേലൊരു ജയം സാധ്യമല്ല, ഭാരമില്ലാത്ത ജീവിതം സാധ്യമല്ല. കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുമെന്ന്. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. പിന്നെ യേശു എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ, എൻ്റെ പിന്നാലെ വരുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ, ക്രിസ്തീയ ജീവിതം നയിപ്പാൻ, ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുവാൻ ഒരുത്തൻ നിശ്ചയിച്ചാൽ, ഒരുത്തൻ ആഗ്രഹിച്ചാൽ, അവൻ തന്നെത്താൻ നിഷേധിച്ച്, കേട്ടോ പ്രിയ ദൈവജനമേ, അവൻ തന്നെത്താൻ നിഷേധിച്ച്, തന്നെത്താൻ ത്യജിച്ച്, തന്നെത്താൻ ഒഴിവാക്കി, തന്നെത്താൻ സ്വന്തം ആഗ്രഹങ്ങളും സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ഇച്ഛയും എല്ലാം വിട്ടുകളഞ്ഞിട്ട് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. നാൾതോറും കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന്. ക്രിസ്തീയ ജീവിതം കുരിശെടുത്തുകൊണ്ടുള്ള യാത്രയാണ്. നാഥൻ പോയ വഴിയെ പോകുന്ന യാത്രയാണ്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്, ഇറ്റ്സ് എ പാത്ത് ഓഫ് തോൺസ്. ക്രിസ്തീയ ജീവിതം എന്നാൽ റോസാ പുഷ്പം വിതറിയ പട്ടുമെത്തയല്ല, അത് മുള്ള് നിറഞ്ഞ പാതയാണെന്ന്. ഓരോ ചുവട് വയ്ക്കുവാൻ കർത്താവിൻ്റെ അത്ഭുത കൃപയാൽ ഓരോ കാൽ ചുവട് വയ്ക്കുവാൻ അവിടുത്തെ കരുണ നമ്മെ പിന്തുടരുമ്പോൾ, അങ്ങനെ നമ്മെ ഓരോ നിമിഷവും വഴി നടത്തുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ പിന്നാലെ പോവുക. ക്രിസ്തീയ ജീവിതം എളുപ്പമുള്ള മാർഗ്ഗമല്ല, ഇത് ഇടുക്കമുള്ള വഴിയാണ്, ഞെരുക്കമുള്ള വഴിയാണ്. ജീവൻ്റെ പാത ഇടുക്കമുള്ള പാതയാണ്, അത് ഞെരുക്കമുള്ള വഴിയാണ്. വിശാലമായ വഴിയുണ്ട്, ഈ ലോകത്തിൻ്റെ വഴി. എന്നാൽ കർത്താവ് പറയുകയാണ്, ഈ ലോകത്തിൻ്റെ വഴിക്കൂടെയാണ് പോകേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പിന്നാലെ വരാൻ സാധ്യമല്ല. എൻ്റെ പിന്നാലെ വരണമെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരോടും കർത്താവ് പറയുകയാണ്, എൻ്റെ പിന്നാലെ വരണമെങ്കിൽ കുരിശിൻ്റെ പാതയാണ്,
ക്രൂശ് വഹിക്കാൻ തയ്യാറാകണമെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഇന്ന് ഏത് പാതയിലാണ് യാത്ര ചെയ്യുന്നത്? ആരുടെ ആലോചനയ്ക്കനുസരിച്ചാണ് നാം യാത്ര ചെയ്യുന്നത്? പിശാചിൻ്റെ ആലോചനയ്ക്കനുസരിച്ചാണോ? പിശാചിൻ്റെ വഴിയിലൂടെയാണോ? അഥവാ ക്രിസ്തുവിൻ്റെ പാതയിലൂടെയാണോ നാം ജീവിക്കുന്നത്? വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടറിയാമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. നാം ഇന്ന് വാസ്തവമായും സമാധാനം അനുഭവിക്കുന്നുണ്ടോ? വാസ്തവമായും ആശ്വാസം അനുഭവിക്കുന്നുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-38 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട്, കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട്, ആ ക്രിസ്തു എന്ന അത്ഭുത പുരുഷനിൽ വിശ്വസിച്ചുകൊണ്ട്, ആ സ്നേഹത്തിൽ മാത്രം ചാരിക്കൊണ്ട്, യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ മാത്രം കുരിശെടുത്തുകൊണ്ട് പോകുന്ന യാത്ര. പ്രിയപ്പെട്ട ദൈവജനമേ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവ് പറയുകയാണ്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്. ക്രിസ്തുവിൽ വിശ്വസിക്കാനിടയാകുക. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, നാം രക്ഷ പ്രാപിക്കണമോ, നാം രക്ഷിക്കപ്പെടണമോ, വേറെ ആരുടെയും പിന്നാലെ പോയിട്ട് കാര്യമില്ല. അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, അപ്പോസ്തല പ്രവൃത്തികൾ 4:12, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, യേശു എന്ന ഏകനാമം. ആ യേശുവിൽ വിശ്വസിക്കാനാണ് പറയുന്നത്. യേശുവിൽ വിശ്വസിച്ചാൽ, യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, വിശ്വസിക്കുന്നവർക്ക്, എന്നിൽ വിശ്വസിക്കുന്നവർക്ക് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ അവിടുന്ന് പുറപ്പെട്ടു വരുമെന്ന്, സമാധാനത്തിൻ്റെ ഉറവുകൾ ഒഴുകുമെന്ന് തനിക്ക് കർത്താവ് വീണ്ടും പറയുകയാണ്. അവസാന ഭാഗം ഒന്ന് വായിക്കാം. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാവുന്നു പറഞ്ഞത്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിയപ്പെട്ട ദൈവജനമേ, ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്താണ്? എന്തിൽ വിശ്വസിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. യേശുവിൽ വിശ്വസിക്കുക, ഈ യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക, ഈ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക, ഈ വചനം സത്യമാണെന്ന് വിശ്വസിക്കുക, ഇതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവനും സത്യമാണെന്ന് വിശ്വസിക്കുക. പ്രിയ ദൈവജനമേ, നാം അങ്ങനെ വിശ്വസിക്കുന്നവരാണോ? അങ്ങനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ സാക്ഷാലുള്ള ആശ്വാസം നാം അനുഭവിക്കുന്നവരാകും. എന്നാൽ വിശ്വസിക്കാത്തവരെക്കുറിച്ച്, ഈ വചനത്തിൽ വിശ്വസിക്കാത്തവരെക്കുറിച്ച്, ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനം 3:12 പറയുകയാണ്, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവനെന്ന്. അവിശ്വാസമുള്ള ഹൃദയത്തെ അപ്പോസ്തലൻ വിളിക്കുന്നത് ദുഷ്ടഹൃദയം എന്നാണ്. നാം ഏത് ഹൃദയത്തിൻ്റെ ഉടമകളാണ്? യേശുവിൽ വിശ്വസിക്കുക, സത്യ ഏക ദൈവമായ യേശുവിൽ വിശ്വസിക്കുക, യേശു എൻ്റെ രക്ഷകനാണെന്ന് വിശ്വസിക്കുക. പ്രിയ ദൈവജനമേ, നാം വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നുവെന്ന്. അതേ ലേഖനത്തിൽ, അതേ അധ്യായത്തിൽ തന്നെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നുവെന്ന്. 10-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ വാതിലാകുന്നുവെന്ന്. 11-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നുവെന്ന്. 15-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നുവെന്ന്. 14-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന്. 8-ാം അധ്യായത്തിൽ പറഞ്ഞു, സത്യം ഞാൻ തന്നെയാണ് സത്യം, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന്. ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ആരുടെ പിന്നാലെയാണ് പോകുന്നത്? ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയാൽ മാത്രമേ, ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് വഴി ക്രിസ്തു ആണെന്നുള്ള സത്യവഴിയിലൂടെ യാത്ര ചെയ്താൽ മാത്രമേ നിത്യജീവൻ്റെ അവകാശം നമുക്ക് ലഭിക്കുകയുള്ളൂ, സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴി, വേറെ വഴിയില്ല, വേറൊരു വഴിയില്ല. അത് തന്നെയാണ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ലെന്ന്. യേശുവിലേക്ക് നോക്കുവാനാണ് പത്രോസ് അപ്പോസ്തലൻ ആഹ്വാനം ചെയ്യുന്നത്. അതുതന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ
എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവനെന്ന്. യേശുവിനെ നോക്കാനാണ് ആഹ്വാനം ചെയ്യുന്നത്, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാനാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ആരെ നോക്കിയാണ് യാത്ര ചെയ്യുന്നത്? ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിനെ മാത്രം നോക്കിയുള്ള യാത്രയാണ്. ഞാൻ തന്നെയാണ് സത്യമെന്നാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ 8-ാം അധ്യായത്തിന് 32-ാം വാക്യം പറഞ്ഞു, സത്യം അറിയുകയും, സത്യം ക്രിസ്തുവാണെന്ന്. ആ ക്രിസ്തുവിനെ അറിയാനിടയാകുക, ക്രിസ്തുവിൽ വിശ്വസിക്കാനിടയാകുക. സത്യം അറിഞ്ഞാൽ ആ സത്യം തന്നെ നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന്. നാം വാസ്തവമായും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണോ? അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് അവിടെ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്? മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന്. നാം ഇന്ന് ആത്മാവിൽ മരിച്ചവരാണെങ്കിൽ, ഇന്ന് നമുക്ക് ആത്മാവിൽ ജീവനില്ലെങ്കിൽ, ഇന്ന് നമുക്ക് ആശ്വാസം അനുഭവിക്കാത്തവരാണെങ്കിൽ, ഇന്ന് നാം ക്രിസ്തു വരുന്ന സമാധാനം അനുഭവിക്കാത്തവരാണെങ്കിൽ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ദൈവപുത്രൻ്റെ ശബ്ദം? ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേൾക്കാനിടയാകുക, ആ വചനത്തിൽ വിശ്വസിക്കാനിടയാകുക, ആ വചനം സമ്പൂർണ്ണ സത്യമാണെന്ന് വിശ്വസിക്കാനിടയാകുക. അങ്ങനെ വിശ്വസിച്ചാൽ പ്രിയപ്പെട്ടവരെ, നാം എന്ത് ചെയ്യണമെന്നാണ്, എന്ത് വേണമെന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം വീണ്ടും പറയുന്നത്. 1 യോഹന്നാൻ 1:8 പറയുകയാണ്, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. എന്നാൽ 9-ാം വാക്യം പറയുകയാണ്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ. 1 യോഹന്നാൻ 1:9 നമുക്ക് വായിച്ച് കേൾക്കാം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ചു സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. കേട്ടോ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ പാപങ്ങൾ ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? ഓർമ്മ വെച്ച കാലം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ, നിങ്ങൾ ഏതെല്ലാം പ്രായത്തിലുള്ളവരാണ് എന്നെ കേൾക്കുന്നത്? ഓർമ്മ വെച്ച കാലം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ, ഏറ്റുപറയാത്ത പാപങ്ങൾ ഓരോന്നോരോന്നായി കണ്ടുപിടിച്ച് ജീവനുള്ള ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ യേശു നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം, നമ്മെ കഴുകി വെടുപ്പാക്കുവാൻ തക്കവണ്ണം, നമ്മുടെ എല്ലാ പാപങ്ങളും മായിച്ചു കളയുവാൻ തക്കവണ്ണം, എന്നേക്കുമായി സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളയുവാൻ തക്കവണ്ണം മീഖാപ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നു, അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവമാരുള്ളൂ. പാപം മോചനം ലഭിക്കുക, അതിക്രമം മോചിക്കുക, അകൃത്യം ക്ഷമിച്ചു കിട്ടുക, നിന്നോട് സമനായ ദൈവം ആരുള്ളൂ. അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. അവൻ നമ്മുടെ പാപങ്ങളെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇട്ടുകളയും. അവൻ നമ്മുടെ പാപങ്ങളെ ചവിട്ടിക്കളയും എന്നാണ് പറയുന്നത്. പാപം കഴുകിത്തരുന്ന ക്രൂശിലെ സ്നേഹം, യേശുവിൻ്റെ തിരുരക്തത്താൽ മാത്രമേ പാപമോചനം കഴുകാൻ സാധ്യമാകുകയുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം വന്ന് പാപം കഴുകുന്ന അവസ്ഥ. കർത്താവ് പറയുകയാണ്, നീ എൻ്റെ അടുക്കിലേക്ക് വരൂ, നീ ഈ വചനം സത്യമാണെന്ന് വിശ്വസിക്കൂ, നീ എന്നിൽ വിശ്വസിക്കൂ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം എന്താണ്? വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്നാണ് ദൈവം പറയുന്നത്. മനുഷ്യ, നീ എൻ്റെ അടുക്കിലേക്ക് വരൂ, വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാപം രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെണ്മയായി തീരും, കടും ചുവപ്പായിരുന്നാലും. എന്നാൽ എൻ്റെ അർത്ഥം എന്താണ്? എത്ര കാഠിന്യമേറിയ പാപം ജീവിതത്തിൽ വന്നെങ്കിലും, എത്ര ശാപകരമായ പാപം ജീവിതത്തിൽ വന്നെങ്കിലും, എത്ര അരുതായ്മകൾ ജീവിതത്തിൽ വന്നെങ്കിലും, എത്രയെല്ലാം മ്ലേച്ഛകരമായ പാപത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിപ്പോയെങ്കിലും, എത്ര കടും ചുവപ്പായിരുന്ന പാപങ്ങളും കഴുകിത്തരുമെന്ന് നമുക്ക് വായിച്ചു കേൾക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 18-ഉം 19-ഉം വാക്യം. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, ഹിമം പോലെ വെളുക്കും. രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും, എത്ര രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും, പഞ്ഞി പോലെയായി തീരും. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ, ഈ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നില്ല. അതാണ് പറഞ്ഞത്, മരിച്ചവർ, പാപത്തിൽ മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ഈ വചനം കേൾക്കണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിൽ നന്മ അനുഭവിക്കും, മറുത്തു മത്സരിക്കുന്നുവെങ്കിലോ ഇരയായി തീരുമെന്ന്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഒന്ന് വായിക്കാം. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും,
നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകി വെടുപ്പാക്കുവീൻ എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം. എന്താണ് പ്രിയ ദൈവജനമേ അതിൻ്റെ അർത്ഥം എന്താണ്? പാപം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം നോക്കുകയില്ല. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയുമെന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഞാൻ പ്രാർത്ഥന കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിൻ്റെ 14-ാം വാക്യം എന്താണ്? നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യം. ഞാൻ അവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു. ദൈവം പറയുകയാണ്, ജീവിതത്തിൽ പാപം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കുകയില്ല. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പാപത്തോടെ എന്നേക്കുമായി യാത്ര പറയുക. പിശാചിനോട് എന്നേക്കുമായി യാത്ര പറയുക. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ കണ്ടുപിടിക്കുക. ഓരോന്നായി എണ്ണി കർത്താവിനോട് ഏറ്റുപറയുക. ഇനി പാപം വരികയില്ല എന്ന് വ്യക്തമായി തീരുമാനമെടുക്കുക. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഏറ്റുപറഞ്ഞാൽ പോരാ, ഉപേക്ഷിക്കണം. നാം പലപ്പോഴും എന്താണ് ചെയ്യുന്നത്? ശനിയാഴ്ച വൈകുന്നേരം മദ്യപിക്കും, ഞായറാഴ്ച പോയി കുർബാന കാണും, ഞായറാഴ്ച കുർബാന അനുഭവിക്കും, എന്നിട്ടോ വീണ്ടും അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും വീണ്ടും മദ്യഷാപ്പിലേക്ക് ഓടുകയായി തീരുമാനങ്ങൾ എടുക്കുന്നു. എന്നാൽ ആ തീരുമാനങ്ങളിൽ നാം നിൽക്കുന്നവരാണോ? പാപം വിട്ടൊഴിഞ്ഞിട്ട് എന്നേക്കുമായി പാപം മാറ്റിയിട്ടല്ല, പാപത്തോട് യാത്ര പറഞ്ഞിട്ടല്ല നാം പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ മുഖം മറച്ചു കളയുമെന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. ചെവിക്ക് കേൾവി കുറഞ്ഞു പോയിട്ടില്ലെന്നാണ് പ്രവാചകൻ പറയുന്നത്. ദൈവത്തിൻ്റെ കൈയുടെ നീളം കുറഞ്ഞു പോയിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി, ദൈവത്തിൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. പാപം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, പാപം വെച്ചുകൊണ്ട് കൈമലർത്തിയാൽ, പാപം വെച്ചുകൊണ്ട് ദൈവത്തോട് യാചിച്ചാൽ ഒരിക്കലും പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. പാപത്തോട് ഞാൻ യാത്ര പറയുന്നു എന്ന് വ്യക്തമായി തീരുമാനമെടുക്കണം. അങ്ങനെ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് മനസ്സാണോ പ്രിയപ്പെട്ടവരെ? 15-ാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതം ക്രിസ്തുവിന് കൊടുക്കാനിടയായി. ഞാനൊരു ശാപം പിടിച്ച കുടുംബത്തിലാണ് ജനിച്ചത്. മൂവാറ്റുപുഴയ്ക്കും കൂത്താറത്തിനും ഇടയ്ക്ക് ആറൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഞാൻ ജനിച്ചത്. ഞാൻ പള്ളിയിൽ പോയിരുന്നു, ആരാധനയിൽ സംബന്ധിച്ചിരുന്നു, സൺഡേ സ്കൂളിൽ പഠിച്ചു, എല്ലാം കുർബാന കണ്ടു, കുർബാന കൊണ്ടു, എല്ലാം അങ്ങനെ ചടങ്ങ് പോലെ ജീവിച്ചിരുന്നതായ കാലം. എന്നാൽ അന്ന് ദൈവം ഇല്ലെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ന്യായമായിട്ടും എനിക്കങ്ങനെ ചിന്തിക്കാൻ അവകാശമുണ്ടെന്ന് ഞാൻ ധരിച്ചിരുന്നു. തലമുറകളായി ഭ്രാന്ത് ബാധിച്ചൊരു കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. പ്രാന്തൻ കുര്യാക്കോൻ്റെ മക്കളെന്നാണ് ആ കാലങ്ങളിൽ ഞങ്ങളെ വിളിച്ചിരുന്നത്. അപകർഷതാബോധം കൊണ്ട് വലഞ്ഞൊരു മനുഷ്യനായിരുന്നു ഞാൻ. എന്തിന് ജീവിക്കണമെന്ന് ചിന്തിച്ചതായിരുന്ന എൻ്റെ അമ്മ എന്തിന് ജീവിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് 3 പ്രാവശ്യം എൻ്റെ അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു. അമ്മയുടെ വീട് അധികം ദൂരെയല്ല, കരിമ്പന എന്ന് പറഞ്ഞ സ്ഥലം 5-6 കിലോമീറ്റർ ദൂരമുള്ളൂ. എൻ്റെ അമ്മയുടെ അപ്പനും അമ്മയും 7 വയസ്സിന് മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് എൻ്റെ അമ്മ ഒരു കീറത്തുണി എടുത്തുകൊണ്ട് ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങിയിട്ടുണ്ട്. ഒരു നേരത്തെ ആഹാരം തരുമോ എന്ന് ചോദിച്ച്. നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എൻ്റെ കുടുംബ പശ്ചാത്തലം. ഞാൻ തകർന്നവനായിരുന്നു. നാട്ടിലെല്ലാം എന്തൊരു ചീത്തപ്പേരായിരുന്നു. അന്ന് ഭ്രാന്തൻ്റെ മകനെന്നെല്ലാം വിളിക്കുമ്പോൾ ഞാൻ താഴേക്ക് നോക്കി കുനിഞ്ഞു നടന്നതായ കാലങ്ങൾ. പഠിക്കാൻ ഞാൻ കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു. എന്നാൽ എനിക്ക് SSLCക്ക് വളരെ കുറഞ്ഞ മാർക്കേ കിട്ടിയുള്ളൂ. കണക്കിന് തീരെ മാർക്ക് കുറവായതുകൊണ്ട് എൻ്റെ കണക്ക് സാർ എന്നെ പൊട്ടനെന്നാണ് വിളിച്ചിരുന്നത്. വീട്ടിലേക്ക് നടന്നു വരാൻ 5-6 കിലോമീറ്റർ ദൂരമുണ്ട്. ഞാൻ നടന്നു പോരുന്ന വഴിക്ക് സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ കാര്യം നോക്കാൻ ആരുമില്ലല്ലോ എന്നോർത്ത്. പ്രിയപ്പെട്ടവരെ, അന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് പോരുമ്പോൾ ഭൂമിയിലെ മനുഷ്യരാരും കാണാതിരിക്കാൻ കൈ ഇങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ട് നടന്നു പോകുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഭൂമിയിലാരും കാണുമെന്ന് ഞാൻ ചിന്തിച്ചെങ്കിലും അന്ന് എൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് നടന്ന ഒരു യേശു, അന്ന് യേശു ജീവിക്കുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നാലും ഞാൻ നല്ലവണ്ണം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നല്ലവനായ യേശു ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നതിന് ഒരു അത്ഭുതമാണ്. ഒരിക്കലും എനിക്കൊരു മനുഷ്യൻ്റെ നേരെ നോക്കുവാൻ പ്രാപ്തിയുള്ളവനായിരുന്നില്ല. എന്നാൽ ഈ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം എന്നെ രൂപാന്തരപ്പെടുത്തി. ഈ വചനം കേൾക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. എൻ്റെ അമ്മയാണ് ആദ്യമായി വചനം കേൾക്കാൻ പോയത്. അമ്മ തകർന്നവളായിട്ടാണ് പോയത്. ഉടുത്തുകൊണ്ട് പോകാനൊരു തുണി പോലും ഇല്ലായിരുന്നു. താഴത്തെ വീട്ടിലെ മറിയാമ്മ ചേച്ചിയൊരു വെള്ളമുണ്ട് വായ്പ മേടിച്ച് ഉടുത്ത് ഒരു കീറിയ ചട്ടയിട്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാവ് ആദ്യമായി പ്രാർത്ഥനാ യോഗത്തിന് പോയി. വലഞ്ഞവളായിട്ടാണ് പോയത്, തകർന്നവളായിട്ടാണ് പോയത്. എന്നാൽ വചനം പറയുന്ന ദൈവദാസൻ്റെ നാവിൽ നിന്ന് കേട്ടു,
നിങ്ങളാരെങ്കിലും സമാധാനമില്ലാതെ ഇവിടെ വന്നിട്ടുണ്ടോ? നിങ്ങളാരെങ്കിലും ആശ്വാസമില്ലാതെ വന്നിട്ടുണ്ടോ? നിങ്ങളാരെങ്കിലും അധ്വാനിക്കുന്നവരായി ഇവിടെ വന്നിട്ടുണ്ടോ? നിങ്ങൾ ഭാരം ചുമന്നുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടോ? ആശ്വാസം തരുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ യേശു ആശ്വാസം തരുന്നവനാണ്. നിങ്ങൾ യേശുവിനെ വിളിക്കൂ, യേശു ആശ്വാസം തരുമെന്ന്. എൻ്റെ സാധുവായ മാതാവ്, സ്കൂളിൽ പോകാത്തതായ, വിദ്യാഭ്യാസമില്ലാത്തതായ, സമാധാനം എന്തെന്നറിയാത്തവളായ എൻ്റെ പ്രിയപ്പെട്ട മാതാവ് അന്ന് അവിടെ ഇരുന്ന് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ യേശുവേ, എനിക്കൊരിറ്റ് ആശ്വാസം തരണമെന്ന്, എനിക്കൊരിറ്റ് സമാധാനം തരണമെന്ന്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം. അന്ന് 43 വർഷം മുമ്പ് എൻ്റെ അമ്മ യേശുവേ എനിക്കിറ്റ് സമാധാനം തരണമെന്ന് വിളിച്ചു ചോദിച്ചു, വിളിച്ചപേക്ഷിച്ചു. അന്ന് എൻ്റെ അമ്മയ്ക്ക് ആശ്വാസം നിറച്ചു കൊടുത്ത ജീവനുള്ള ദൈവം സമാധാനം ഞങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞങ്ങൾക്ക് തരുന്നു. ലോകം തരുന്ന പോലെ അല്ല ഞങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുതെന്ന് ആശ്വാസം തരുന്ന ദൈവം. ആരെല്ലാം അധ്വാനിച്ച് വലഞ്ഞവരായി ഇവിടെ വന്നിട്ടുണ്ട്. ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ നല്ലതുപോലെ അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്ക് ആശ്വാസം തന്നത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനുമല്ല. എനിക്ക് ആശ്വാസം തന്നത് സാക്ഷാൽ ആശ്വാസത്തിൻ്റെ ഉടയവനായ യേശു ക്രിസ്തു എന്ന അത്ഭുത പുരുഷനാണ്. ഞാൻ ആ അത്ഭുത വ്യക്തിത്വത്തെ കണ്ടുകൊണ്ട് ആ യേശുവിനെ അനുഭവിച്ചുകൊണ്ടാണ് എൻ്റെ ജീവിതയാത്ര മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ഒരിക്കലും അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ട മനുഷ്യനല്ല. ഞാൻ എവിടെയെങ്കിലും ഒരു ഭ്രാന്തനായി, എൻ്റെ പാരമ്പര്യപ്രകാരം പറഞ്ഞാൽ 3 തലമുറ ഭ്രാന്തായിരുന്ന കുടുംബത്തിൽ ഞങ്ങൾക്കും ഭ്രാന്ത് വരുമെന്നാണ് എൻ്റെ അമ്മ ധരിച്ചിരുന്നത്. ഞാൻ ഇന്ന് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് യേശു ക്രിസ്തു അത്ഭുതകരമായി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ശാപം മാറ്റിയതുകൊണ്ടാണ്. എൻ്റെ പിതാവിന് ഭ്രാന്ത് വന്നത് കൂലിപ്പണിയെടുക്കുന്ന വീട്ടിൽ വെച്ചാണ്. അന്ന് എൻ്റെ പിതാവിനെ പലർ ചേർന്ന് കയറുകൊണ്ട് പിടിച്ചു കെട്ടി തൃശ്ശൂർ ഭ്രാന്താശുപത്രി കൊണ്ടുവന്ന് ചികിത്സിച്ചു. ചെയ്യാത്ത ചികിത്സകളില്ല. പള്ളികളെല്ലാം കയറിയിറങ്ങി നടന്നു. അമ്പലങ്ങൾ കയറിയിറങ്ങി നടന്നു. ഞങ്ങളുടെ വീട്ടിൽ മന്ത്രവാദവും ചെയ്തു, പൂജ ചെയ്തു. ഞാൻ ഇന്നെന്ന പോലെ എല്ലാം ഓർക്കുകയാണ്. എത്ര വലഞ്ഞുപോയ കാലങ്ങളായിരുന്നു. എന്തുമാത്രം ഞങ്ങൾ അധ്വാനിച്ചു, എന്തുമാത്രം ഞങ്ങൾ ഭാരപ്പെട്ടു. അന്ന് ആശ്വാസം തരുന്ന യേശു കൊണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ ദിവ്യവചനം കേൾക്കാനിടയായി, ജീവൻ്റെ വചനം കേൾക്കാനിടയായി, ജീവിപ്പിക്കുന്ന വചനം കേൾക്കാൻ ഇടയായി. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നത് പോലെ മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു എന്ന വചനം വിശ്വസിക്കാനിടയായി, വചനം കേൾക്കാനിടയായി. ഞാൻ വലഞ്ഞവനായിട്ടാണ് പ്രാർത്ഥനയാവുന്നതിന് ചെന്നിരുന്നത്. കടുത്ത നിരാശയായിരുന്നു എനിക്ക്. എങ്ങ് മരിച്ചിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചു. കോളേജിൽ പഠിക്കാൻ പോകാൻ എനിക്ക് മാർഗം ഉണ്ടായിരുന്നില്ല. അന്നൊരു മാസം 15 രൂപ മതി ഫീസ് കൊടുക്കാൻ. പ്രൈവറ്റ് കോളേജിൽ പോകാൻ എനിക്കത് കൊടുക്കാനുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അന്ന് ഞാൻ വലഞ്ഞവനായിരുന്നു. ഞാൻ പ്രസംഗം കേൾക്കാൻ അവിടെ ചെന്നിരുന്നു. ആ പ്രസംഗകൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളാരെങ്കിലും നിരാശപ്പെട്ട് വന്നിട്ടുണ്ടോ? നിങ്ങൾ വ്യക്തമായൊരു തീരുമാനമെടുത്തിട്ട് ഇനി മരണത്തോളം മനസ്സറിഞ്ഞ ജീവിതത്തിൽ ഒരു പാപം വരികയില്ല എന്ന് വ്യക്തമായി തീരുമാനമെടുത്തിട്ട് ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ പറഞ്ഞു. ഇന്നെന്ന പോലെ ഞാനത് ഓർക്കുകയാണ്. അന്ന് തകർന്നു പോയ എൻ്റെ ജീവിതം, നിരാശപ്പെട്ടു പോയ ജീവിതം, കൂമ്പടഞ്ഞു പോയൊരു ജീവിതം, ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് ഞാൻ തന്നെ എഴുതിത്തള്ളിയിരുന്ന എൻ്റെ ജീവിതം യേശു ക്രിസ്തു എന്ന അത്ഭുത പുരുഷൻ്റെ കരങ്ങളിലേക്ക് കൈമാറാനിടയായി. യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാനിടയായി. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിനെന്ന്. ഞാൻ അന്ന് അറിഞ്ഞുകൊണ്ടല്ല പോയതെങ്കിലും ഞാൻ യേശുവിൻ്റെ അടുക്കിലേക്കാണ് ചെന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആശ്വാസം ലഭിപ്പാൻ, ആശ്വാസം തരുവാൻ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അത് എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ക്രിസ്തു മാത്രം. അതാണ് ദാവീദ് പറഞ്ഞു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നീ എളിവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. ഞാനോ എളിവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവെന്നെ വിചാരിക്കുന്നു. ഞാൻ ദാവീദിനോട് ചേർന്ന് പറയുകയാണ്, ഞാൻ എളിയവനാണ്, ഞാൻ ദരിദ്രനാണ്, എങ്കിലും കർത്താവെന്നെ വിചാരിച്ചു. ഒരിക്കൽ ദാവീദ് പറഞ്ഞു, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്? ഞാനും അത് തന്നെയാണ് പറയുന്നത്. കർത്താവേ, എനിക്കിങ്ങനെ എഴുന്നേറ്റ് നിന്ന് ഈ വചനം പറയാൻ എന്താണ് യോഗ്യത? എന്നാൽ യോഗ്യതയില്ലാത്തവന് യോഗ്യത തരുന്നതാണ് ഈ വചനം. ഈ വചനം കേൾക്കാനിടയായി. ഭാരം മാറ്റുന്നതാണ് ഈ വചനം, പാപം മാറ്റുന്നതാണ് ഈ വചനം, ബന്ധനം അഴിക്കുന്നതാണ് ഈ വചനം. ഗലാത്യലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം പറയുന്നു, കുരിശിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എനിക്ക് വേണ്ടി ശാപമായി തീർന്ന എൻ്റെ യേശു ക്രിസ്തു
ഓ, ആ പരിശുദ്ധ രക്തം, ആ വിശുദ്ധ രക്തം, ആ ആണിപ്പാടുള്ള കരം ഞാനിപ്പോൾ കാണുകയാണ്. നിങ്ങളാ കരം കാണുന്നുണ്ടോ? ഞാൻ അന്ന് 15-ാമത്തെ വയസ്സിൽ മുഴുവനായും എൻ്റെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാനിടയായി. ഓ, എന്തൊരു ഭാഗ്യമാണ്. ഇന്ന് 57 വയസ്സിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ഭാഗ്യവാനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ പൊട്ടനെന്നാണ് എന്നെ സാറ് വിളിച്ചിരുന്നത് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ യേശു എൻ്റെ ഹൃദയത്തിൽ വന്നു. ഞാൻ ചുരുക്കി പറയാം, കർത്താവിൻ്റെ ജീവിതം ഏറ്റെടുത്തു. എല്ലാം കർത്താവ് പുതുക്കി മെനഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഉയരുമെന്ന് ചിന്തിച്ചതല്ല. ഭൗതികമായിട്ട് ദൈവം എന്നെ ഉയർത്തി, ആത്മീയമായിട്ടും ദൈവം എന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സറിഞ്ഞൊരു പാവം വരരുന്ന് കർത്താവിൻ്റെ ഉള്ളിൽ ചിന്ത തന്നു. മരിക്കേണ്ടി വന്നാലും ഒരു കള്ളം പറയുന്നുള്ള ചിന്ത, ഒരു 10 പൈസയുടെ കാര്യത്തിനകത്തിൽ ഒരിക്കലും ഒരു ക്രമക്കേട് വരുന്നുള്ള ചിന്ത, മനസ്സറിഞ്ഞ് ആരെയും വേദനിപ്പിക്കുന്നുള്ള ചിന്ത. അതുകൊണ്ട് ഞാൻ എല്ലാം തികഞ്ഞവനായി നിൽക്കുകയല്ല. ഒരഴുക്ക് ചിന്ത വരാതെ എനിക്ക് എന്നെ തന്നെ സൂക്ഷിക്കണമെന്നുള്ള ചിന്ത. എല്ലാം കർത്താവ് പടിപടിയായി എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ അത്ഭുത സ്നേഹവാനായ യേശു. അധ്വാനിച്ച് വലഞ്ഞവനായിരുന്നു ഞാൻ, ഭാരം ചുമന്ന് വലഞ്ഞവനായിരുന്നു. ഒരിക്കലും ആശ്വാസം ലഭിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ക്രിസ്തു തരുന്ന തികഞ്ഞ സമാധാനം കൊണ്ടാണ് ജീവിക്കുന്നത്. ആശ്വാസം നിറഞ്ഞെൻ്റെ ഹൃദയത്തിൽ നിൽക്കുകയാണ്. ഞാൻ നിലത്ത് തന്നെയാണ് നിൽക്കുന്നത്, പക്ഷേ എൻ്റെ ഹൃദയം മുഴുവനും നിറഞ്ഞിട്ട് ഞാൻ പറന്ന് നിൽക്കുന്നത് പോലെയാണ് ജീവിക്കുന്നത്. ഈ ഭൂമിയിൽ ഞാൻ ആരെയും നോക്കുന്നില്ല. എനിക്ക് നോക്കാൻ ഒരു വ്യക്തി മാത്രം, എനിക്ക് ആശ്രയിക്കാൻ ഒരു വ്യക്തി മാത്രം, എനിക്ക് ആശ്വാസം തരാൻ ഒരു വ്യക്തി മാത്രം. എൻ്റെ അധ്വാനം കൊണ്ട് അത് സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ അധ്വാനം കൊണ്ട് ഒരിക്കലും രക്ഷ നേടുക സാധ്യമല്ല. കൃപയാലാണ് ഞങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. രക്ഷ കിട്ടണമെങ്കിൽ, ആശ്വാസം ലഭിക്കണമെങ്കിൽ ക്രൂശിലേക്ക് നോക്കണം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിവൻ നിലവിളിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് സമാധാനത്തോടെ നിൽക്കുകയാണ്. 250 രൂപ ശമ്പളത്തിനാണ് ഞാൻ മൂവാറ്റുപുഴ പട്ടണത്തിൽ വന്നത്. ഞാൻ ഒറ്റവാക്കിൽ നിങ്ങളോട് പറയാം. എന്നാൽ കർത്താവിൻ്റെ ഹൃദയത്തിലൊരു സ്വപ്നം തന്നു. 88-ൽ കേവലം 6 ജോലിക്കാർ വെച്ച് ഞാനും ചേട്ടനും അനുജനുമുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി. ഇന്ന് അത് കർത്താവ് വളർത്തി. എല്ലാം സ്വർഗത്തിലെ ദൈവം തന്നു. ഞാനൊന്നും വിശദമാക്കുന്നില്ല. ഇന്നൊരു മാസം ശമ്പളം കൊടുക്കാൻ 9.5 കോടി രൂപ വേണം. 9.5 കോടി രൂപ വേണം. ഇന്ന് 4000-ഓളം ജോലിക്കാർ ഞങ്ങൾക്കുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് സ്ഥാപനങ്ങളുണ്ട്. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ, അമേരിക്കയിലും ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും എല്ലാ സ്ഥാപനങ്ങളുണ്ട്. എല്ലാം ഉണ്ട്. എന്നാൽ പ്രിയ ദൈവജനമേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആത്മാവിൽ നിങ്ങൾക്ക് ശരിയായിട്ട് നിൽക്കണമോ? ക്രിസ്തുവിനെ വിളിക്കാതെ ഒരിക്കലും ദൈവരാജ്യത്തിൻ്റെ അവകാശം ലഭിക്കുകയില്ല. നിങ്ങൾക്ക് ജീവൻ കിട്ടുകയില്ല. നിങ്ങൾക്ക് സാക്ഷാലുള്ള ആത്മാവിൻ്റെ ആശ്വാസം ലഭിക്കുകയില്ല. ആത്മാവിൻ്റെ ആശ്വാസം ലഭിക്കണമെങ്കിൽ, അഥവാ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ, ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയും, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോരുന്നു. പാപത്തോടെ എന്നേക്കുമായി യാത്ര പറയണം. അടിമുഖത്തോടെ എന്നേക്കുമായി യാത്ര പറയണം. യേശുവിനെ വിളിക്കണം. നമുക്കിപ്പോൾ നമ്മളിരിക്കുന്ന ഇരിപ്പിൽ നമുക്ക് യേശുവിനെ ഒന്ന് വിളിക്കാം. ഞാൻ യേശുവിനെ വിളിച്ചു. യേശു എല്ലാം ഐശ്വര്യത്തിലേക്ക് കർത്താവിനെ നടത്തി. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം, എൻ്റെ പാപങ്ങളെല്ലാം കർത്താവ് എന്നേക്കുമായി കഴുകിത്തന്നു. ആ തിരുരക്തത്താൽ പാപം കഴുകിത്തന്നു. എൻ്റെ പാപങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ എനിക്ക് ഭാഗ്യം തന്നു. ഞാനൊരു വലിയ പാപിയാണല്ലോ എന്നുള്ള ചിന്ത കർത്താവ് എനിക്ക് തന്നു. പുറമേയുള്ള ഒരു അറിയപ്പെടുന്ന പാപത്തിലേക്കും പോയതില്ല. എന്നാൽ എൻ്റെ ഹൃദയം മുഴുവൻ അഴുക്കായിരുന്നു, ഹൃദയം മുഴുവൻ ചീഞ്ഞതായിരുന്നു. എന്നാൽ ഞാൻ ജീവിതം മുഴുവനായി ക്രിസ്തുവിന് സമർപ്പിച്ചു. എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. യേശുക്രിസ്തുവാണ് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരുന്നത്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. യേശു തന്ന സ്വാതന്ത്ര്യം, യേശു വരുന്ന ആശ്വാസം, യേശു നിങ്ങളുടെ അധ്വാനം കൊണ്ടല്ല, നമ്മുടെ കഷ്ടപ്പാടും കൊണ്ടല്ല, നമ്മൾ നോമ്പ് നോക്കുന്നതുകൊണ്ടല്ല, നമ്മുടെ ഉപവാസം കൊണ്ടല്ല, നമ്മൾ പള്ളി പണിത് കൊടുക്കുന്നതുകൊണ്ടല്ല, അല്ലെങ്കിൽ പള്ളിക്ക് നമ്മൾ നേർച്ച കഴിക്കുന്നതുകൊണ്ടല്ല. ഇതെല്ലാം ചെയ്യുമോ അത് ചെയ്യാതിരിക്കുമോ അതെല്ലാം അവരവരുടെ സ്വാതന്ത്ര്യം പോലെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കാനിടയാകുക, പാപജീവിതത്തോട് യാത്ര പറയാനിടയാകുക. ആശ്വാസം ലഭിക്കണമോ? നമുക്ക് തലകൾ വണക്കാം, നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, സ്നേഹം മാത്രമായി ജീവനുള്ള ദൈവമേ, ഈ നല്ല ദിവസം ഞങ്ങൾക്ക് തന്നതിനായി സ്തുതി. ഈ നല്ല രാത്രി ഞങ്ങൾക്ക് തന്നതിനായി സ്തുതി. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സാഹചര്യങ്ങളിലായിരുന്നുകൊണ്ട് കർത്താവെ, ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുകയാണ്. അവിടുന്ന് ഞങ്ങളുടെ അരികിലേക്ക് വന്നിട്ടുണ്ട്
ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. വചനമാവുന്ന ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ അരികിലേക്ക് വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം പാപത്തോട് യാത്ര പറഞ്ഞിട്ട്, പിശാചിനോട് യാത്ര പറഞ്ഞിട്ട് എന്നേക്കുമായി ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ ഞങ്ങളിപ്പോൾ തീരുമാനിക്കുകയാണ്. കർത്താവേ, ഇതാ ഞങ്ങളുടെ ജീവിതം എന്നേക്കുമായി അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. പിശാചിനോട് യാത്ര പറയുന്നു. ഇന്നു മുതൽ ഞങ്ങൾ പുതിയ സൃഷ്ടിയായി ജീവിക്കും. യേശുവേ, അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ അവിടത്തേക്കായി ജീവിക്കും. യേശുവിനെ ഞാൻ രക്ഷകനും കർത്താവും നാഥനുമായി സ്വീകരിക്കുന്നു. നല്ല ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ മനോഹര ദിവസം ഞങ്ങൾക്ക് തന്നതിനായി സ്തുതി. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തുതി. ആശ്വാസം തരുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. വചനം കേട്ട് എല്ലാവരുടെ മേൽ അവിടുത്തെ തൃക്കരം വെക്കണമേ. രോഗികളായവരെ അവിടുത്തെ കരം വെക്കണമേ. അവരെ ആശ്വസിപ്പിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ.